നമസ്കാരം. ഇസ്രായേൽ ഹമാസ് പ്രശ്നങ്ങളൊക്കെ തന്നെ ലോകസുന്ദരി മത്സരവേദിയിൽ പോലും ഇപ്പോൾ തരംഗമായി മാറുകയാണ്. അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ വൈറലായി മാറിയിട്ടുണ്ട്. ഈ മത്സരവേദിയിലെത്തിയ മിസ് ഇസ്രായേൽ, മിസ് ഫലസ്തീനെ മോശമായ രീതിയിൽ നോക്കി, അഥവാ പുച്ഛത്തോടുകൂടി നോക്കി എന്നാണ് പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത്. എന്നാൽ മിസ് ഇസ്രായേൽ ആകട്ടെ ഇക്കാര്യം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫലസ്തീൻ പ്രതിനിധിയായ നദീൻ അയൂബിൻ്റെ നേരെ മിസ് ഇസ്രായേൽ മെലാനി ഷിറാസ് മോശമായ രീതിയിൽ നോക്കി എന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ ഷിറാസ് പറയുന്നതാകട്ടെ താൻ വേദിയിലേക്ക് കടന്നു വന്നതിന് ശേഷം അവിടെയുള്ള മറ്റ് എല്ലാ സുന്ദരിമാരെയും ഒന്ന് നോക്കുകയായിരുന്നു. അതിൽ പ്രത്യേകിച്ച് തൻ്റെ നോട്ടത്തിന് യാതൊരു പ്രാധാന്യവുമില്ലായിരുന്നു. എല്ലാവരെയും ആരൊക്കെയാണ് മത്സരിക്കുന്നതെന്ന് നോക്കിക്കാണുക മാത്രമാണ് താൻ ചെയ്തത് എന്നും മിസ് ഫലസ്തീൻ്റെ നേർക്കും പുച്ഛത്തോടെ അല്ലെങ്കിൽ മോശമായ രീതിയിൽ നോക്കിയിട്ടില്ല എന്നുമാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയയിലാകട്ടെ ഇവർക്കെതിരെ അതിശക്തമായ തോതിലുള്ള വിമർശനമാണ് ഉയരുന്നത്. ഈ മാസം 21-നാണ് ഇതിൻ്റെ ഫൈനൽ മത്സരം നടക്കുന്നത്. അതിന് മുമ്പുള്ള പ്രാഥമിക റൗണ്ട് പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഈ സുന്ദരിമാരെല്ലാവരും തന്നെ ഇപ്പോൾ തായ്ലൻഡിലെത്തിയിട്ടുള്ളത്. ഇസ്രായേൽ ഫലസ്തീനെ നേർക്ക് നടത്തുന്ന ആക്രമണങ്ങളിൽ 10,000 കൊല്ലപ്പെട്ടു എന്ന് ആരോപിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേലിന് നേരെ അതിരൂക്ഷമായ വിമർശനം ഉയരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് ഇസ്രായേലിനെ മനഃപൂർവ്വം അവഹേളിക്കുന്നതിന് വേണ്ടി വളച്ചൊടിച്ചതാകാനാണ് സാധ്യത എന്നാണ് പറയപ്പെടുന്നത്. മിസ് ഇസ്രായേൽ പറയുന്നതാകട്ടെ ഇതൊക്കെ തന്നെ വല്ലവരുടെയും ചെലവിൽ പബ്ലിസിറ്റി കിട്ടാനും സ്വന്തം സൈറ്റുകൾ വൈറലാകാനും വേണ്ടി പലരും കാണിക്കുന്ന ഒരു വൃത്തികേടാണ്. തനിക്ക് ഇതിലൊന്നും യാതൊരു താല്പര്യവുമില്ല, തന്നെക്കൊണ്ട് ആർക്കെങ്കിലും അങ്ങനെ ഗുണമുണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്നും തനിക്ക് ഈ വിവാദങ്ങളിൽ യാതൊരു തരത്തിലും പ്രതികരിക്കാൻ താല്പര്യവുമില്ല എന്നുമാണ് ഷിറാസ് പറയുന്നത്. ഇതാദ്യമായിട്ടാണ് ലോകസുന്ദരി മത്സരവേദിയിൽ ഫലസ്തീൻ്റെ പ്രതിനിധി എത്തുന്നത്. നേരത്തെ നടന്ന ഒരു സൗന്ദര്യ മത്സരങ്ങളിലും ഫലസ്തീൻ്റെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ടായിരുന്നില്ല. ഏതായാലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലാകട്ടെ പലരും ഷിറാസിനെ വളരെ മോശമായ ഭാഷയിലാണ് വിമർശിക്കുന്നത്. കൂട്ടക്കൊലകളുടെ ഉത്തരവാദിയാണ്, അതുപോലെ കൂട്ടക്കൊലക്കാരിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി കമൻറ്റുകളാണ് ഇവരുടെ ചിത്രങ്ങളുടെയും പോസ്റ്റുകളുടെയൊക്കെ താഴെ പലരും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ വിരുദ്ധ നിലപാടിൻ്റെ ഭാഗമായിട്ട് ഒരു വലിയ ഭാഗം ആളുകൾ ഈ മിസ് വേൾഡ് മത്സരത്തിന് എത്തിയ ഈ ഷിറാസിനെയും കളിയാക്കുന്നു എന്ന് തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ 2023 ഒക്ടോബർ 7-നാണ് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആയിരക്കണക്കിന് ആളുകളെ കൊല്ലുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടു പോവുകയൊക്കെ ചെയ്തത്. ഇതിൽ ജീവിച്ചിരിപ്പോൾ അവസാനത്തെ ബന്ദികൾ 20 പേരെയും ഈയിടെ വിട്ടിരുന്നു. കൂടാതെ ഈ പല ബന്ദികളുടെയും മൃതദേഹങ്ങൾ പോലും ഇനിയും ഹമാസ് വിട്ടു നൽകിയിട്ടുമില്ല. ഈ വിഷയങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ലോകം വീണ്ടും ചർച്ച ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് ലോകസുന്ദരി മത്സരവേദിയിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുന്നത് എന്ന് വേണം കരുതാൻ. അതേസമയം മത്സരത്തിൽ പങ്കെടുക്കുന്നതായി പ്രഖ്യാപിച്ചതിന് ശേഷം നദീൻ അയൂബ് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ പറഞ്ഞത്, ഇന്ന് ഞാൻ മിസ് യൂണിവേഴ്സ് വേദിയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് കിരീടത്തിന് വേണ്ടിയല്ല, മറിച്ച് ഒരു സത്യത്തിന് വേണ്ടിയാണ് എന്നാണ്. ഏതായാലും ഈ ലോക സുന്ദരി മത്സരം പോലും ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിൻ്റെ മറ്റൊരു വേദിയായി മാറുന്നു എന്നുള്ളതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മിസ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ തനിക്ക് നേരെ വരുന്ന കമൻറ്റുകളെക്കുറിച്ചൊന്നും തന്നെ ഇനിയും പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മത്സരം നടക്കട്ടെ, അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം എന്ന് മാത്രമാണ് അവർ ഇപ്പോൾ ചിന്തിക്കുന്നത്.